പല വിചിത്ര സംഭവങ്ങൾക്കും നാം സാക്ഷ്യം നിൽക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ അതാത് കാലഘട്ടങ്ങളിൽ ബുദ്ധിമാന്മാർ ബുദ്ധി കെട്ടവരെ അല്ലെങ്കിൽ ബുദ്ധി കുറഞ്ഞവരെ അല്ലെങ്കിൽ സമൂഹത്തെ മുഴുവനും കബളിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു മനുഷ്യനെ എനിക്കറിയാം, ഭക്തനായ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ആഭരണം തെറ്റാണ്, സ്വർണം തെറ്റാണ്, അത് ധരിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല, അത് വർജിക്കണം എന്ന് അദ്ദേഹം തൻ്റെ കൂട്ടുകാരോടും തൻ്റെ പ്രിയപ്പെട്ടവരോടും ജനങ്ങളോടും ഒക്കെയും നിർബന്ധിച്ച് ആഭരണം പറഞ്ഞ് ഊരിക്കുന്ന അവസ്ഥാവിശേഷം കാണുവാൻ സാധിച്ചു. കാരണം ആഭരണം പാപമാണ്, ഇടാൻ പാടില്ല, അത് മനുഷ്യന് യോജിച്ചതല്ല, വെള്ളിയും പൊന്നും അല്ല എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ള തത്വം വാക്യം ഉരുവിട്ടുകൊണ്ട് ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്, ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് ആ പ്രിയ ദാസന് അല്ലെങ്കിൽ ഭക്തനായ മനുഷ്യൻ ജനങ്ങളെ പ്രബോധിപ്പിച്ച് ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. എല്ലാവരെയും ആഭരണം ഊരിച്ചു. എന്നാൽ ഇദ്ദേഹം വിദേശ നാടുകളിൽ പോകുവാൻ അവസരം കിട്ടി. ഇദ്ദേഹം വിദേശത്ത് പോയപ്പോൾ അവിടുന്ന് കിട്ടിയ സമ്പാദ്യം വെച്ച് ഇയാൾ കുറേ സ്വർണം, വിലപിടിപ്പുള്ള വജ്രങ്ങൾ വാങ്ങി, ആഭരണങ്ങൾ, മാല, വള, ഇത് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങി ഇദ്ദേഹം തൻ്റെ യാത്രയിൽ, റിട്ടേൺ യാത്ര, തിരിച്ചുവരവിൽ തന്നത് വാങ്ങി കൊണ്ടുവന്ന് ആരെയും കാണിക്കാതെ എയർപോർട്ട് വരെ അത് കാണിക്കുകയും എയർപോർട്ടിന് വെളിയിൽ അത് കാണിക്കാതെ തൻ്റെ സ്വന്തമായി തന്നെ അദ്ദേഹം തൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നതായിട്ട് ചെയ്തതായിട്ട് കാണുവാൻ കഴിഞ്ഞു, മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതൊരു സ്നേഹിതരിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു, കൂടെ വന്ന സ്നേഹിതരിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ കാര്യമാണ്. ഇതുപോലെ എത്രയോ ആളുകൾ ജനങ്ങളെ കബളിപ്പിച്ച് മതത്തിൻ്റെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ പാവങ്ങളെ കബളിപ്പിച്ച് ഇതേ രീതിയിൽ തന്നെ ഇതേപോലെ അല്ലെങ്കിൽ പല രീതിയിൽ കബളിപ്പിച്ച് ജനങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയും ഈ പറയുന്ന ആൾ തന്നെ അത് കൈക്കലാക്കി കൊണ്ടുവന്ന് തൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ച് വെക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. സ്വർണ്ണം ഉപയോഗിക്കാൻ പാടില്ല, വെള്ളിയും പൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന മനുഷ്യൻ എന്ന് നിർബന്ധമായി തൻ്റെ ജനങ്ങളെ, തൻ്റെ ചുറ്റുപാടുള്ളവരെ, പാവപ്പെട്ടവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന മനുഷ്യൻ വിദേശത്തു നിന്ന് വന്നപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ, വജ്രാഭരണങ്ങൾ താൻ സ്വന്തമാക്കി കൊണ്ടുവന്ന് എയർപോർട്ട് വരെ തൻ്റെ കയ്യിൽ സൂക്ഷിക്കുക, എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് തൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇതെന്തൊരു വിരോധാഭാസമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന തത്വങ്ങൾ അത് പ്രാബല്യത്തിലാക്കുവാൻ നിങ്ങൾ പ്രാപ്തരാണ്, പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എൻ്റെ പ്രിയ ജനങ്ങളെ, എന്നെ കേൾക്കുന്ന സഹോദരി വർഗമേ, നമ്മൾ ഇവരുടെ വഞ്ചനാപരമായ ചിന്തയിൽ നിന്ന്, അവരുടെ തത്വജ്ഞാനങ്ങളിൽ നിന്ന്, അവരുടെ പഠിപ്പീരുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതാരുമായിക്കോട്ടെ. ഈ മനുഷ്യൻ ഈ ലോകത്തിൽ ഇവിടെ തൻ്റെ നാട്ടിൽ തൻ്റെ സുഹൃത്തുക്കളോട്, തൻ്റെ ബന്ധപ്പെട്ടവരോട്, തൻ്റെ ചുറ്റുപാടുള്ളവരോട്, തന്നോട് ചേർന്ന് നിൽക്കുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് ആഭരണം വർജിക്കണം, അത് പാടില്ല. പക്ഷേ ഈ മനുഷ്യന് കൊണ്ടുവന്ന ലക്ഷങ്ങളാണ്, ആഭരണങ്ങളാണ്, അത് ഇടുന്നില്ല, എയർപോർട്ടിന് വെളിയിൽ വന്നപ്പോൾ ഇടുന്നില്ല, അത് കൊണ്ടുവന്ന് തൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചു വയ്ക്കും. ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മളാരും വഞ്ചിക്കപ്പെടരുത്. കള്ളപ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ധാരാളം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർ പറയുന്നതെല്ലാം അതേപടി വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ
നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ മനുഷ്യൻ പറഞ്ഞ് പഠിപ്പിച്ചത് ആഭരണം വർജിക്കണം, അത് ധരിക്കാൻ പാടില്ല, അത് പാപമാണ്, അതുകൊണ്ട് അത് പാടില്ല എന്ന് പഠിപ്പിച്ച മനുഷ്യൻ വന്നപ്പോൾ എയർപോർട്ട് വരെ തൻ്റെ ശരീരത്തിൽ അണിഞ്ഞ് കൊണ്ടുവന്ന് എയർപോർട്ടിന് വെളിയിൽ വന്നപ്പോൾ അത് സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് സ്വീകരിച്ച് വയ്ക്കുന്ന അവസ്ഥാവിശേഷം. ഇതെന്തോ ഒരു വിരോധാഭാസമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ. ജ്ഞാനികളെന്ന് പറയുന്നവർ, ബുദ്ധിമാന്മാരെന്ന് പറയുന്നവർ ജനങ്ങളെ കളിപ്പിച്ച്, രാഷ്ട്രീയക്കാരെന്ന് പറയുന്നവർ ജനങ്ങളെ കളിപ്പിച്ച് വഞ്ചിച്ച് തങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിച്ച് തങ്ങൾ പറയുന്നതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അവരെ നാം വിശ്വസിക്കരുത്. യാതൊരു കാരണവശാലും പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കരുത്. ഇതിലൊക്കെ രസം, അദ്ദേഹത്തിൻ്റെ ഒരു വാച്ച് ചെയിന് സ്വർണത്തിൽ നിർമ്മിച്ചത് ഏതാണ്ട് 10-15 പവനോളം വാച്ചിൻ്റെ ചെയിന് ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിലേക്ക് പോകുന്നു. ഇതെന്തോ ഒരു ഭയങ്കരമാണ്, പാപമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അത്തരക്കാരെ നാം വിട്ടു നിൽക്കണം. അങ്ങനെയുള്ളവരെ നമ്മൾ സൂക്ഷ്മത്തോടെ പരിശോധിക്കണം. അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും വ്യത്യാസമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവർ പറയുന്ന പ്രസംഗങ്ങൾ, ഇവർ പറയുന്ന ക്ലാസ്സുകൾ, ആരുമായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിക്കോട്ടെ, ഏത് മതവുമായിക്കോട്ടെ, ഏത് സംഘടനയായിക്കോട്ടെ, അവർ പറയുന്ന പാവപ്പെട്ടവനെ പറഞ്ഞ് കൽപ്പിക്കുന്ന, കബളിപ്പിക്കുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. അതിൽ നമ്മൾ വീണുപോയാൽ നമുക്ക് തന്നെ ദോഷമായിരിക്കും എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. ഞാൻ സമയപ്രവർത്തകൻ. താങ്ക് യു വെരി മച്ച്.